ആണൊരുത്തൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി. ഇത് ഞാൻ പറഞ്ഞല്ല, ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും സ്റ്റാറ്റസും സ്റ്റോറിയും അതുപോലെ തന്നെ കമന്റും ഈ ഒരു വ്യക്തിയെ പുകഴ്ത്തിക്കൊണ്ടാണ്. അതും ഈ ഒരു വ്യക്തിയുടെ പാർട്ടിക്കാരല്ലാത്തവർ, ഒരു പാർട്ടി ഒഴികെ ബാക്കി എല്ലാവരും ഇദ്ദേഹത്തെ കണ്ടല്ലോ അന്ന് അങ്ങോട്ട് ഏറ്റി പിടിച്ചിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തുറന്നു നോക്കിപ്പോഴാ ഭരിക്കുന്ന പാർട്ടി, നമ്മളെ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്കെതിരായിട്ട് എണ്ണി ഉണ്ടല്ലോ അവർ ചെയ്ത അഴിമതി, വോട്ടിന്റെ അഴിമതി എണ്ണി ഓരോ സ്റ്റേറ്റിൽ നിന്ന് പറഞ്ഞുകൂടി, അതും പബ്ലിക്കിലെ ഒരു മീഡിയ മൊത്തത്തിൽ വിളിച്ചിരുത്തിയിട്ട്. അങ്ങനെ വിളിക്കുമ്പോൾ ആണൊരുത്തൻ തന്നെ വിളിക്കാൻ പറ്റും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതും ഭരിക്കുന്ന ഒരു പാർട്ടിക്കെതിരായിട്ടൊക്കെ ഇങ്ങനെ ചങ്കൂറ്റത്തോടെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഇത്രയും റിസർച്ചൊക്കെ നടത്തി. എനിക്ക് അത്ഭുതം വന്നത് ഇങ്ങനെ ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ പാർട്ടിക്കാരല്ല. ഞാൻ അത്ഭുതപ്പെട്ടു. ചില ആൾക്കാരൊക്കെ സ്റ്റോറി ഇടുന്നുണ്ട്, ഇത് വേറെ പാർട്ടിക്കാർ, ഇതൊന്നും ഇങ്ങനെയാണ്. അപ്പോഴാണ് മനസ്സിലായത് മനുഷ്യന്മാരെല്ലാവരും ഉണ്ടല്ലോ നേർമയുടെ രീതിക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരും പാർട്ടി ബേസിലല്ല, ഓരോരുടെ കൂടെ തന്നെ വ്യക്തിപരമായിട്ട് കൂടെ നിൽക്കും എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവായിരിക്കാം ഇന്ന് ഈ ഒരു മനുഷ്യൻ ചെയ്ത ആ ഒരു പത്രസമ്മേളനം അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്. ഇതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് അറിയില്ല എനിക്ക്, നമുക്ക് ആ ഒരു വിശദീകരിച്ച് അങ്ങോട്ട് പോയിട്ടില്ല. പക്ഷെ ഞാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു അതിലെന്തൊക്കെയോ ഒരു കഴിവുണ്ട്. കാരണം അതിൻ്റെയൊക്കെ അടിയിൽ വരുന്ന കമന്റുകൾ, ഇന്നിപ്പോൾ ഇതിൻ്റെയൊക്കെ അടിയിൽ വരുന്ന ഓരോ ടീമുകളുടെ കമന്റുകൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ വിമർശിക്കുന്ന ഓർക്കും ഒരു വിമർശനം. ഒരു മനുഷ്യൻ ചെയ്തതിന് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം, കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലാന്നും പറയാം. ഇത് സത്യാവസ്ഥ സത്യം. എനിക്ക് തോന്നുന്നു ഇത്രയും ജനങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ജനങ്ങളുടെ ഉള്ളിലുള്ള ഒരു കാര്യമായിരിക്കും, എല്ലാ ജനങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും, അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. എന്തായാലും കിട്ടിയത് മേടിച്ചിട്ട് മിണ്ടാണ്ടിരിക്കുക ഏറ്റവും ബെറ്റർ അതാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് കുറച്ച് കഴിയുമ്പോൾ ഇനിയിപ്പോൾ സുപ്രീം കോടതി വരെയൊക്കെ കേസും കാര്യങ്ങളൊക്കെ ഭരിക്കുന്ന പാർട്ടിയാണെങ്കിൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും കേസ് വരും. വന്നു കഴിയുമ്പോൾ അന്ന് കാണിച്ച പോലെ കാണിക്കാതിരുന്നാൽ ഈ ഒരു പേര് മാറില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു.